കുരിശുവഴിയിലെ തൂവാല. യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. വിശുദ്ധ മർക്കോസ് 14:72. കൂടെ നടന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. എന്നാൽ ഒരു കോഴിക്കൂവൽ നിമിത്തം പത്രോസിന് ആഴമായ ഒരു അവബോധമുണ്ടാകുന്നു. അതിന് 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പത്രോസിൽ സംഭവിക്കുന്നത് 1 ഓർമ്മിച്ചു, 2 കരഞ്ഞു. ഭയത്തിൻ്റെയും നിരാശയുടെയും അടിത്തട്ടിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് ഈ ഓർമ്മ. പലപ്പോഴും ഗുരു അവന് മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു, താക്കീതുകൾ നൽകിയിരുന്നു. സ്വന്തം കഴിവിലും വിശ്വാസത്തിലേക്ക് അമിതമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ സമയത്ത് ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ നടന്നുപോയ കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മിച്ചു. മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞാലും നിഷേധിച്ചാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്യങ്ങൾ, നിനക്കിത് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് അപ്പോൾ വന്നു. രണ്ടാമതായിട്ട് അവന് കരഞ്ഞു എന്നുള്ളതാണ്. ആത്മാർത്ഥമായ ഒരു പശ്ചാത്താപത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് കരച്ചിൽ. തൻ്റെ ജീവിതത്തിലൂടെ അവൻ ഓർത്തെടുത്ത കാര്യങ്ങളിൽ അവന് വലിയൊരു പശ്ചാത്താപമുണ്ടായി. പ്രിയപ്പെട്ടവരെയും, ഈ നോമ്പുകാലത്തിലും വലിയ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടങ്ങുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കണം. 1 ഒരു ഓർമ്മ, 2 ആത്മാർത്ഥമായ ഒരു കണ്ണുനീർ, ഒരു കരച്ചിൽ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആത്മാർത്ഥമായ ഒരു കണ്ണുനീർ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു പശ്ചാത്താപം. കുരിശുവഴി